കിറ്റിന് വോട്ട് എന്നിട്ട് വഴിപാട് എന്ന പേരും. എന്താണ് വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് സാഹചര്യം? അവിടെ സ്റ്റാർ ആകുന്നത് കെ സുരേന്ദ്രൻ ആകുമോ? ഇതാണ് ഇപ്പോൾ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. എന്തായാലും വയനാട്ടിലെ ഈ വഴിപാട് കളി അത്ര നല്ലതാണോ എന്നാണ് എന്റെ ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ 1500ഓളം ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ വാർത്ത പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതും ഇങ്ങനെയായിരുന്നു. അതായത് കിറ്റ് വിവാദം ഗൂഢാലോചനയാണെന്നാണ് BJP പറയുന്നത്. BJP പ്രവർത്തകർക്ക് പങ്കില്ല എന്നും വയനാട് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കിറ്റ് നൽകി വോട്ട് പിടിക്കുന്നത് UDF-ഉം LDF-ഉം ആണെന്നാണ് പ്രശാന്ത് മലവയിൽ, അത് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. എന്നാൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ഈ ഒരു BJP പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ അപ്ഡേഷൻ പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതായത് വയനാട്ടിൽ കൂടുതൽ, കുറച്ചു മുമ്പ് വന്ന വാർത്തയാണ്, വയനാട്ടിൽ കൂടുതൽ കിറ്റുകൾ പിടിച്ചെടുത്തു. BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കൂടുതൽ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയത്. 167 കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ 24ന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ മറ്റ് പ്രമുഖ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് BJP നേതാവിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്നാണ്. ഇനി ഇത് സത്യമാണോ എന്ന് പരിശോധിക്കാം. അതായത് കെ സുരേന്ദ്രന്റെ വാക്കുകൾ കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ഭക്തൻ ക്ഷേത്രത്തിന് നൽകിയ വഴിപാടാണ് ആദിവാസികൾക്ക് കിറ്റ് നൽകാനാണെന്ന് പ്രേരിപ്പിച്ചതെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രഹപ്രവേശനത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായി ക്ഷേത്രത്തിൽ ഭക്തർ വഴിപാട് നേർന്നിരുന്നു. ഇക്കാര്യമാണ് BJPയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് ഈ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, കെ സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷമാണ് മറ്റൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. വീണ്ടും BJP നേതാവിന്റെ വീട്ടിൽ നിന്ന് ഈ ഭക്ഷ്യക്കിറ്റുകൾ പിടിച്ചു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം 500ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വഴിപാടിനാണെന്ന് പറഞ്ഞ് 1500 പേർക്ക് ഇങ്ങനെ ഒരു കിറ്റ് കൊടുക്കാൻ എന്താണ് സംഭവം എന്നാണ്. കാരണം അത്രയും ധനികനാണെങ്കിൽ ഇവിടെ പാവപ്പെട്ടവരുണ്ട് പലയിടങ്ങളിലായിട്ട്, വയനാട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ കൊടുക്കാതെ വയനാട്ടിൽ മാത്രം ഈ ഒരു കാര്യം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ, ഈ ഭക്ഷ്യക്കിറ്റില് 1500 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ധനികനായിട്ടുള്ള ആരാണെന്നാണ് മറ്റൊരു ചോദ്യം. ഈ 1500. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയും നാളില്ലായിരുന്നു, ഇപ്പൊ ഒരു ഗ്രഹപ്രവേശനം വന്ന്, ഇപ്പൊ ഒരു ഭക്ഷ്യക്കിറ്റ് വിതരണം വന്ന്, ഇതിന്റെ പിന്നിലും ഈ ഇലക്ഷന്റെ സമയവും ഉദ്ദേശിച്ചിട്ടാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. നമുക്കറിയാം, വയനാട് ഇടുക്കിയൊക്കെ വലിയ പ്രശ്നങ്ങൾ, ഈ ഒരു മലയോര പ്രദേശങ്ങളില് ഈ കാട്ടുപോത്തിന്റെ ആക്രമണം, കാട്ടാന, വന്യമൃഗജീവികളുടെ ഒക്കെ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങള്. അവിടെ വളരെ സാധാരണപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സ്റ്റാർ അവിടെ ഉടലെടുക്കുകയാണ്. അതായത് കെ സുരേന്ദ്രൻ. യാതൊരുവിധ പരിചയം അദ്ദേഹത്തിന് അവിടെ ഇല്ല, അവിടുത്തെ ആൾക്കാർക്കും ഇല്ല അദ്ദേഹത്തെ പറ്റി. ഇങ്ങനെ അദ്ദേഹം അവിടെ വരുമ്പോൾ ഒരു വിശ്വാസം അവരിൽ വർദ്ധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ തരുന്നു, ഇനിയും എന്നെ കൊണ്ട് ഇതൊക്കെ തരാൻ കഴിയും എന്നുള്ള BJPയുടെ ഒരു ധാരണ, BJP നിങ്ങളെ രക്ഷിക്കും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ BJP നിങ്ങളെ കരുതുമെന്ന രീതിയിൽ നടത്തുന്ന ചില കളികളാണോ എന്നതാണ് മറ്റൊരു സംശയം. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു വഴിപാടിന്റെ പേരിൽ 1500 പേർക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇന്ന് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച് ചോദിക്കുന്ന വ്യക്തികളാണ്. അതിനിടയിൽ 1500 പേർക്ക് ഒരു വഴിപാട് എന്ന പേരിൽ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇനി പറഞ്ഞതും ഈ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് BJPയുടെ BJPക്കാരല്ല ചെയ്യുന്നത്, അവരുടെ ഭാഗത്തു നിന്നുള്ള അല്ല, ഇത് UDF LDF ആണ്, അതുകൊണ്ട് അവരുടെ നേരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്താ അടുത്ത സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJP മറ്റൊരു നേതാവിന്റെ വീട്ടിൽ നിന്ന് ഈ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. ഇതിനർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എവിടേക്കോ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ട് എന്നതല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇന്നലെ ഇത് ആദ്യമായിട്ട് പിടികൂടി 500 കിറ്റുകൾ പിടികൂടിയ സമയത്ത് പറഞ്ഞിരുന്നു ഇത് UDF LDF ആണ്, ഇതിനകത്ത് BJPക്ക് യാതൊരുവിധ പങ്കുമില്ല. എന്നാൽ ഇന്ന് സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നു ഇത് അറിയാം, ശരിയാണ്, ഇതൊരു വഴിപാടിന്റെ പേരിൽ ഒരു ഭക്തൻ നേർന്നതാണ്, അല്ലാതെ BJPക്ക് ഉള്ളതല്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ മൂന്നാമത് വീണ്ടും BJPയുടെ വീട്ടിൽ നിന്നും ഈ ഒരു ഭക്ഷ്യക്കിറ്റുകൾ കിട്ടുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം ഒറ്റൊരു കാര്യമേ ഉള്ളൂ, അതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. ഇതിനിടയിൽ UDF-നെയും LDF-നെയും വലിച്ചിടുന്നു.
ആകെ ചെയ്തു കൂട്ടിയത് BJP തന്നെയാണ്. ഇവര് ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങളും വീണ്ടും വീണ്ടും എന്താണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ കേന്ദ്രത്തിൽ മോദി കളിക്കുന്ന കളി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്ക് തന്നെ ഇപ്പൊ സംസ്ഥാനത്ത് കെ സുരേന്ദ്രൻ കളിച്ച ഒരു കളിയും പൊളിഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ് പറയുന്നത്. ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം വാസ്തവത്തിൽ BJP തന്നെയാണെന്നാണ് ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ വഴിപാടിന്റെ പേരിൽ എനിക്ക് തോന്നുന്നില്ല 1500 കിറ്റുകളൊക്കെ ഇങ്ങനെ വിൽക്കാം. കാരണം പ്രളയ ടൈമിൽ പോലും ഭക്ഷ്യക്കിറ്റുകൾ വിൽക്കാൻ ആർക്കും സാധിച്ചില്ലേ ആ വയനാട്ടിൽ? എന്തെല്ലാം പ്രശ്നങ്ങൾ വയനാട്ടിൽ ഉണ്ടാവുന്നു. വന്യമൃഗശല്യം ഉണ്ടാവുന്നു. സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അവിടെ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇതിൽ നിന്നെല്ലാം തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ മാത്രം ഒരു വഴിപാടിന്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു കിറ്റ്, അതിൽ എത്രത്തോളമാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്ത് മണ്ടത്തരമാണ് ഇങ്ങനെ? ഇനി ഇത് BJP തന്നെയാണ് ചെയ്തതെങ്കിൽ അങ്ങനെ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് മറ്റൊരു കാര്യം. വളരെ സാധാരണ ആൾക്കാരാണ് വയനാട്ടിൽ താമസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങിക്കുമായിരിക്കാം. പക്ഷെ ഈ പറയുന്നത് ഒരു ഭക്തന്റെ വഴിപാട് എന്നതാണ് വിശ്വസിക്കാൻ കഴിയാത്തത്. കാരണം ഇങ്ങനെ ഭക്തന്റെ വഴിപാടിന്റെ പേരിൽ ഈ ഒരു 1500 കിറ്റ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുത്തു എന്നിരിക്കട്ടെ, ഇതിനു മുമ്പും വയനാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ആൾക്കാരൊക്കെ എവിടെ പോയി എന്നാണ് എന്റെ ചിന്ത. വെറുതെ 1500 രൂപയ്ക്ക് ഒരു ഭക്തന്റെ വഴിപാട് എന്ന പോലെ കൊടുക്കണമെങ്കിൽ അതിൽ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ BJPയുടെ വിജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അത് തെളിയിക്കുന്നതായിരുന്നു വീണ്ടും BJP നേതാവിന്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ഭക്ഷ്യക്കിറ്റ് പിടികൂടിയത്. എന്ത് തന്നെ ആയാലും ഇതിനകത്ത് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കെ സുരേന്ദ്രൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അത് BJPയുടെ കളി തന്നെയാണെന്നാണ് പറയാനുള്ളത്. കെ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല, ഇത് അവിടുത്തെ ഒരു ഭക്തന്റെ പേരിൽ അവർ വഴിപാട് നടത്തുന്നു എന്നാണ്. അത് വെളുപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കറിയാം, ഇത് അത്യാവശ്യം മൂളയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇലക്ഷന്റെ പേരിൽ നടത്തുന്ന ചില കളികളാണെന്ന്. എന്നിട്ട് പോരാഞ്ഞിട്ട് ഇത് UDFന്റെ LDFന്റെ മേളിൽ കൊണ്ടിടാൻ ശ്രമിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇനിയിപ്പോ അവിടെ നിൽക്കുന്നത് ആനി രാജയും രാഹുൽ ഗാന്ധിയാണല്ലോ. ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിടണ്ടേ? പക്ഷേ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത് അവനവനാണെന്ന് മാത്രം. അതാണ് ഇപ്പോൾ BJPയുടെ അവസ്ഥ എന്ന് പറയുന്നത്.